ഞാനും എന്റെ 3 മറ്റത്താണ് 4 പറഞ്ഞ പോലെ. വഴി മാറി വഴി തെറ്റി വീണ്ടും വഴി തെറ്റി. ഡൽഹിക്ക് വഴി തെറ്റി ഡൽഹിക്ക് തെറ്റി വഴി. ഡൽഹിക്ക് ഒരു വഴി തെറ്റി. ഇനി കുഴപ്പമില്ല. ഇത് വീട്ടിലേക്കുള്ള വയ്യ. ഇവിടെ വീണ്ടും വഴിയുണ്ട് ഗായ്സ്. അങ്ങനെ ആ വഴി അവസാനിച്ചവിടെ. അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ചവിടെ നിന്ന് ഇപ്പൊ പോയത് ഫ്രണ്ടൊക്കെ വേണ്ടി കിടക്കാം. ഇത് നമ്മള് ജീപ്പ് പോയിട്ടില്ലേ ഗായ്സ്? റെയിൽവേ ഗേറ്റ് വണ്ടി ഒപ്പായി ലെവൽ റെയിൽവേ ഗേറ്റ് ഗായ്സ്. പണ്ടത്തെ റെയിൽവേ ഗേറ്റാണ് പോണത്. അപ്പോ വീണ്ടും വണ്ടി ഇങ്ങനെ ഓഫായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് ഞങ്ങളുടെ പോണെന്ന് വെച്ചാല് നമ്മളിവിടെ പോണത് നിങ്ങൾക്ക് നമ്മളെ പോവാ. ഗായ്സ് അപ്പൊ സോപ്പിന് കിട്ടിയിട്ടുണ്ട്. ഗായ്സ് ഇപ്പൊ നമ്മള് എണ്ണ വാങ്ങാൻ ഇടയ്ക്ക് നമ്മൾ സോപ്പിനെ കണ്ടു. നമ്മളെ ചക്കനെ കണ്ടു കേട്ടോ. ഗായ്സ് ഫ്രണ്ട് വണ്ടി കയറി നമ്മൾ എണ്ണ വാങ്ങിയിട്ടുണ്ട്. എണ്ണ തീർന്നു. അപ്പൊ എണ്ണ വാങ്ങാൻ വേണ്ടി പോയതാണ് ഗായ്സ്. അപ്പോൾ നമ്മള് വർത്താനം കണ്ടത്. അപ്പൊ നമ്മള് പോവാനായിട്ട് ഗായ്സ് നമ്മളെ സ്വർഗം. എങ്കോ ഫൈനലി ഫുള്ള് ഒരു തുള്ളി പോലും പുറത്തു പോകാതെ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ജാസിനാക്കിയിട്ടുള്ളത് ഗായ്സ്. ജാസി എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. കാരണം ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല കൈപ്പുണ്യമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും ഗായ്സ്. അപ്പൊ നമ്മള് എണ്ണ അടിച്ചിട്ടുണ്ട് ഗായ്സ്. ഇനി അടുത്ത പരിപാടി നമ്മൾ പുണ്യം നേടിയ കുളത്തിലേക്ക് വീണ്ടും ചാടാൻ പോകും ഗായ്സ്. ബംഗൂൾ എടുക്കുന്നത് ബംഗൂൾ റൈസിംഗ് എന്ന മോഡലിൽ ഇരിക്കുകയാണ് ഗായ്സ്. ബംഗൂൾ അല്ല, ഡൽഹി. കാണിച്ചു തരാം ഗായ്സ്. ഇവന് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഓണാക്കാൻ അറിയില്ല. ഇവരാകെ അറിയില്ല എന്താ മാലിട്ടിട്ട് മെറ്റലേക്കാൻ അറിയാം. ഇങ്ങനത്തെ ഓരോ കളികളൊക്കെ ഉണ്ട് ഗായ്സ് ഇവിടെ. അങ്ങനെ പറഞ്ഞപ്പോ വണ്ടി ഏകദേശം ഓണായിട്ടുണ്ട്. അയ്യോ ഗായ്സ് അങ്ങനെ ബംഗൂർ ഓടിക്കാരത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടന്റ് അയാളാ ഗായ്സ്. അടുത്ത് ജാസിന് പോയാണ്. ജാസ് പിന്നെ കൈപ്പുണ്ണുള്ളതുകൊണ്ട് ഭയങ്കര ഓടിക്കലല്ലോ. ഗായ്സ് ബംഗൂരിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ബംഗു പറയും വണ്ടിയിൽ എണ്ണ ഇല്ലെങ്കിലും ബാക്കി പറയും വണ്ടി കേടായിന്ന്. എണ്ണ അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ കേട്ടോ അത്. പിന്നെ അതുമല്ല ബൈക്ക് ഓടിക്കാൻ അവനക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും പറയും ബൈക്ക് ഓടിക്കാനത്തോണ്ട് പറയും വണ്ടി കേടാന്ന്. ഇപ്പൊ ആ വണ്ടി ആ കേടുന്ന വണ്ടിയാണ് ജാസ്തി ഓടിച്ചോണ്ട് പോണത്. ഇപ്പൊ ഗായ്സ് നിങ്ങളെ പറ ഈ ബംഗുവിന് എന്താ പ്രശ്നം? ബംഗു ഇപ്പൊ ഈ പ്രശ്നം മാറാൻ വേണ്ടി മാലയിട്ട് ഈ മാലയാണെങ്കിൽ ഡെയിലി 10 വട്ടം പൊട്ടും. ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഈ ബംഗു. നിങ്ങൾക്ക് ആർക്കും ഇതൊക്കെ അറിയില്ല. അവൻ ഈ വീട്ടിലൊന്നും പറയാത്തതാണ്. കാരണം എന്താ അവനിങ്ങനെ ആക്കട്ടില്ല വെച്ചിട്ട് അവന്റെ അസുഖം മാറുന്നില്ല. ഇൻഷാല്ലാ മാറിക്കോളും. നമുക്കൊരു വിശ്വാസമുണ്ട്. എല്ലാവരും വിശ്വാസത്തിന് പുറത്താണല്ലോ. ഇപ്പൊ അതിൽ ബംഗു നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് എന്ത് ചെയ്യാനാണ്? ഞാൻ ഇന്ന് അവനെ കുറെ ഷോട്ട് കാണിച്ചു. നിങ്ങൾ പറയും. കാരണം അവൻ ജീവിക്കുക ഈ ഒരു അസുഖം വെച്ച്. ഇതിന് അസുഖം എന്താണെന്ന് എനിക്കറിയില്ല. അവന്റെ നാട്ടിലൂടെ വരെ എന്നോട് പറഞ്ഞെന്താ അവൻ അവിടെ ഇൻട്രോവേർട്ടർ ആണ്. പക്ഷെ കോട്ടയത്താണുള്ളത് നാട്ടിൽ എക്സ്ട്രോവേർട്ടർ ഇവിടെ ഇൻട്രോവേർട്ടർ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ബംഗുവിന്റെ ഈ അസുഖത്തിന്റെ ഒരു ഡിസോർഡർ. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് പറയാം വാക്കുകളില്ല. ഞാൻ ഇവരെ കാണിച്ചത് നിങ്ങൾ ഫുള്ളാരൊന്ന് കണ്ടു.
കുറെ പേര് ചോദിച്ചാണ് ബംഗൂർ എന്താ പിന്നെ അറിയാമെന്ന്. ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഈ വീടിന്റെ സൈഡിൽ കണ്ടില്ല ഒരു വീഡിയോ. ഈ മുട്ടനാടിന്റെ ഡാൻസ് ഇതാണ് ഇവന്റെ ഒരു മെയിൻ വീഡിയോ, ഒരു മെയിൻ അട്രാക്ഷൻ വീഡിയോ. കാരണം കോളേജിലായാലും വയനാടായാലും കോട്ടയായാലും കേരളം ഒട്ടാകും ഒരു ഇളക്കി മറിച്ചൊരു വീഡിയോ ആണ് മുട്ടനാടൻ പെണ്ണിലത്. ബാബു പാട് പാട്. പെണ്ണുണ്ടോ പെണ്ണുണ്ടോ കെട്ടിക്കാൻ ഒരു പെണ്ണുണ്ടോ, കേട്ടാനായി മുട്ടി നിൽക്കണ മുട്ടനാടാണ് പെണ്ണുണ്ട്. അതോടുകൂടി അവൻ മാറ്റി ട്രെൻഡ് മാറ്റി. ഇപ്പോൾ അവന് പെണ്ണ് വേണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ഏകദേശം അല്ല ടോട്ടൽ എത്തിയിട്ടുണ്ട്. കാണിച്ച ഫുൾ അവൻ ഇന്ന് ബംഗു തന്നെയാണ് നമ്മളുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം ഈ ബംഗു അല്ല, സോറി ബംഗു സ്വാമി, അവൻ സ്വാമി ആയിട്ടുണ്ട് ഇപ്പം ഇതിനിടെ കൂടി. കാണിച്ച അപ്പം നമ്മളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ബംഗു എന്താ എനിക്ക് പ്രശ്നത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നിന്റെ അസുഖത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ല എല്ലാവരും ചോദിക്കുന്നത് ബംഗു ഫുഡ് കഴിച്ചോന്നൊക്കെ. പ്രായപൂർത്തിയാകാത്തവർ ഏതാരെയും സംഘം ചേർന്ന് നമ്മളൊക്കെ പ്രായപൂർത്തിയായവരല്ലേ സംഘം ചേർന്ന് സ്നാനം എന്താണ് സ്നാനം ഗൂഗിൾ ചെയ്ത് നോക്കാം. സ്നാനം വിഷയം മാറ്റണ്ട നീ എടുക്കാതെ എടുക്കട്ടെ ഞാൻ എടുക്കും എടുക്കാന്ന് കാണിക്കാലോ. ആമടെ പൊട്ടാ ആമക്ക് എത്ര കണ്ടതറിയോ? ഞാൻ പണ്ട് പൂളക്കുളത്ത് പോയിട്ട് എത്ര ആമനെ കുടിച്ചാ. താരാമയാണല്ലോ. എന്താ എന്ത് തിന്നാൻ കൊടുത്തു പോ. എറുമിന മീനൊക്കെ തിന്ന്. ബംഗുസ്വാമി ഇപ്പൊ ഇറങ്ങാൻ പോട്ടോ. അവിടെ കുറുമ്പാണ് ഫുള്ള് ഇങ്ങോട്ട് പോരി. ആദിത്യൻ സ്വാമി അവിടെ നിൽക്കുന്നുണ്ട്. ആദിത്യ എന്താ ഉദ്ദേശിക്കാൻ എന്താ? ഫുൾ എറുമ്പ് ജാസിന് ഉറുമ്പ് അടിക്കും. ജാസിന്റെ ട്രൗസർ ഉണ്ടില്ല, കിടിലെ ട്രൗസർ. ആ എനിക്ക് ഇഷ്ടായി. സാലി മസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എത് വന്നിട്ടുണ്ട്. സാഹിത്യൻ പാന്റൊക്കെ വരാൻ തുടങ്ങിട്ടോ ഇറങ്ങാൻ വേണ്ടി. അമ്പലത്തിൽ നിന്ന് മേച്ചമായ വർത്താനല്ല ഗൈസ്. ഇപ്പൊ നമ്മള് കുളത്തിലേക്ക് ഗൈസ് ഇപ്പൊ നമ്മള് പുണ്യക്കുളത്തേക്ക് വരാൻ വേണ്ടിട്ട് നമ്മള് എന്തൊക്കെ തരണം ചെയ്ത് വണ്ടിയിൽ എണ്ണടിച്ചു. എണ്ണടിക്കാൻ വേണ്ടി കുപ്പി തപ്പി. ഗൈസ് അപ്പൊ എല്ലാം അടിപൊളിയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ബംഗുവിന് വേണ്ടി. ബംഗു നമുക്ക് വേണ്ടി അരവണ പായസം കൊണ്ടുവരും ഗൈസ്. ബംഗു ഗൈസ് ഇങ്ങോട്ടൊക്കെ ഉള്ളത് ഏതു പറ ഗൈസ്. വായു ഫോണ് വാട്ടർ പ്രൂഫ് നമ്മൾ ഇട്ടൊക്കെയല്ലോ. എന്താണ് അഭിപ്രായം എന്താ? ഞാൻ മിണ്ടൂല. അയ്യോ സോലിയത്തായ സോമയായി ഗൈസ് അവൻ. അവൻ ഇറങ്ങിയത് നമുക്ക് കിട്ടിയില്ല. അടുത്ത് വയറടിച്ച് ഗൈസ്. അടുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ചാടാൻ വരികയുണ്ട്. ചാടാ വൈകുന്നേരത്തെ വിളി എങ്ങനെ ഇനി വീഡിയോ ചന്ദ്രചൂട ശിവ കണ്ണു തീർത്തോ പ്രാണം വേണം നരസിംഹം. ആറണ്ട പയ്യൻ ബംഗൂര് സൂപ്പറാണ്. അതിന്റെ സൂപ്പറാണ്. ബംഗുസ്വാമി സൂപ്പറാണ്. ഞാനേ ഇത് കൊടുക്കുന്നുണ്ട് നമ്പർ. അങ്ങനെ ഫൈനലി നമ്മൾ ഡൽഹിക്ക് നീന്തൽ അറിയില്ല കേട്ടോ. എനിക്കറിഞ്ഞല്ലേ. അപ്പൊ അവന് ഇറങ്ങാൻ പോവാണ്. ഡൽഹി ഇറങ്ങാൻ പോവാ.
ഡൽഹി പേടിയുണ്ടോ? ഡൽഹി ഇറങ്ങി ഷാജിക്കുട്ടൻ അറിയില്ല, ഷാജിക്കുട്ടൻ ഈ എക്സാം അതിന് പേടി അഥവാ കുളത്തിലൊക്കെ ഇറങ്ങി ചീത്ത. അപ്പൊ നമ്മള് ഞാൻ ഒറ്റക്കാരിൽ നിൽക്കണേ. ഞാനും മറ്റേ എന്തെങ്കിലും ആ മോഹൻലാലിന്റെ പടത്തിന്റെ പേരെന്തെങ്കിലും ഓൻ കഴിച്ചു കൊടുക്കട്ടെ. എൻട്രി ഗായ്സ്, അപ്പൊ നമ്മൾ കുളത്തിലെ കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയിട്ട് നമ്മളെ കുളത്തിലെ കൂലിയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ കുളിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പുണ്യം ചെയ്ത ആൾക്കാരായി കണ്ടോ. എനിക്ക് ബർക്കത്ത് കൂടി പോയി. കുട്ടി ഞാൻ കാണിച്ചാ അതാകണോ റിൻഷി റിൻഷി കുളത്തിൽ വിളിച്ച് വെളുത്തുകള്. നല്ല വെളുത്ത ഒരാളാണ്. ബെങ്കുസ്വാമി ഇടുന്ന ക്രീമൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ എന്നിട്ട് രാത്രി ഗായ്സ് ഇവൻ അങ്ങനെ പറയണം, ഇത് ഈ സാധനം എടുത്തോ ഓനെ ഫേസ് വാഷ്. രാത്രി ഇവൻ ഫേസ് വാഷ് ഇട്ടാതെ കിടക്കില്ല, കിടന്ന് കഴിഞ്ഞാൽ എണീക്കും ഫേസ് വാഷ് ഇടാൻ. ഗായ്സ് അവൻ പാല് വെക്കുക അല്ലേ, എന്റെ ഗ്ലിസറിൻ സ്കിന്നാണ് കാരണം സ്കിന്ന്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഗായ്സ്, എന്തൊക്കെ പറയും ബെങ്കുവിന് വണ്ടി ഓടിക്കാറില്ല, എന്നിട്ട് ഇന്ന് ജാസ്തിയാണ് ഓടിച്ചത് ഗായ്സ്. പിന്നെ എന്തൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാരും വെളുത്തു, പക്ഷേ മലയാളത്തിൽ പറഞ്ഞു. പക്ഷെ എന്ത് ഈ പക്ഷിയുടെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ വേണ്ട, ഞാൻ ഇന്ന ഒരു സങ്കടം. ജാസി പറ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കുളത്തില്? കിട്ടില്ല എക്സ്പീരിയൻസ്, നല്ല കുളമായിരുന്നു ഗൈസ്, നല്ലൊരു അടിപൊളിയായിരുന്നു. നല്ല പോലെ തന്നെ നീന്താൻ അറിയാത്ത ഞാൻ തൊള്ളനുള്ളിൽ അപ്പൊ നല്ലൊരു ഡൽഹി ഉണ്ടായിരുന്നു. നീന്താൻ അറിയാത്ത ഡൽഹി നമുക്ക് എല്ലാരും ചോദിക്കാം, ഡൽഹി എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നീന്താൻ അറിയാത്ത എന്നോടാണോ? ഗൈസ് എങ്ങനെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കിട്ടില്ല. നീന്താൻ അറിയാത്ത ഡൽഹിന്റെ ഒരു കിടിലൻ കോമഡി ഉണ്ടായിരുന്നു. ബിരിയാണിന്റെ വെള്ളത്തിൽ ഇറങ്ങിയാണ് കാലിട്ട് അടിച്ചിക്കണേ. നേരെ എന്തായി കാല് കല്ലിൽ തട്ടി. ഓ തല്ലി തട്ടി. ആദ്യത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ഗൈസ്? അതിനൊക്കെ ഇറങ്ങിയോ? ഗൈസ്, ഇന്ത്യൻ നേവിയിലെ ഒരു പഠനമുണ്ട് നമ്മുടെ അടുത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഡൽഹിയെ നീന്തൽ പഠിപ്പിച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഇവന് ഈ കയ്യും വെച്ചാണ് നീതി, അതാണ്ട് കമ്മിറ്റ്മെന്റ് നോക്കണം. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് മുണ്ടിനെയാടാ സ്വാമി ശരണം. ഇത് എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. സംസാരിക്കടാ. ഗൈസ്, അവൻ കമ്മ്യൂണിസ്റ്റ് ഉപ്പാക്കട്ടെ എന്നുകൊണ്ടാണ് ഇന്ന് ഭയങ്കര മാസിലേക്ക് എടുക്കണേ. ഗൈസ് ബാക്കിൽ എന്തൊക്കെ എഴുതിക്കണേ, കമ്മ്യൂണിസ്റ്റ് പച്ച എക്സ്പ്ലോർ ഇൻ കമ്മ്യൂണിസ്റ്റ്. ഗൈസ്, അപ്പൊ ഇവന് വണ്ടി എടുക്കാറില്ല, അതാണ് മെയിൻ പ്രശ്നം. ഗൈസ്, ഇപ്പൊ നമ്മളെ ഭക്തിയോടൊപ്പമുള്ള കൂലി കൂലിയൊക്കെ തീർന്നിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഗൈസ്, അടിപൊളി വീഡിയോ ഉണ്ടെങ്കിൽ